നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ നഗരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന MP ഓഫീസ് നിലവിൽ വരുമെന്നും മണ്ഡലങ്ങൾ തോറും ഇതിന്റെ സബ് ഓഫീസ് പ്രവർത്തിക്കുമെന്നും BJP തിരുവനന്തപുരം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും മുൻ അംബാസഡറുമായ ഡോക്ടർ DP ശ്രീനിവാസൻ. ഇതിലൂടെ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായകമാകും. രാജീവ് ചന്ദ്രശേഖർ ഇല്ലാത്ത സമയങ്ങളിൽ ആവശ്യങ്ങളുമായി വരുന്നവർക്ക് അവിടെ വെച്ച് തന്നെ ഫോണിൽ നേരിട്ട് സംസാരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ DP ശ്രീനിവാസൻ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാത്ത തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് ചെയ്യാൻ സാധിക്കുന്നവ ഉൾപ്പെടുത്തിയാണ് ഇതാണ് കാര്യം എന്ന വികസന രേഖ. ഇതിലൂടെ എവിടെയൊക്കെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുകയെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനാകും. ഓരോ തവണയും ജനങ്ങൾക്ക് വികസന പുരോഗതി രാജീവ് ചന്ദ്രശേഖറിനോട് നേരിട്ട് ചോദിക്കാനും അവസരമുണ്ടാകും. ഒരു മാസക്കാലം ജനങ്ങളോട് നേരിട്ട് സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് കാര്യം എന്ന വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എയിംസും സബർബൻ ട്രെയിനും ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കും. വികസന പ്രവർത്തനങ്ങൾ അടുത്ത 5 കൊല്ലങ്ങൾ കൊണ്ട് കേന്ദ്ര കേരള സർക്കാരുകളുടെയും മറ്റ് NGOകളുടെയും സംഘടനകളുടെയും സഹകരണത്തിലൂടെയായിരിക്കും നടപ്പാക്കുക. മുടങ്ങിക്കിടക്കുന്ന പ്രോജക്റ്റുകളും പൂർത്തിയാക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി ഇതിനാവശ്യമായ പണം കണ്ടെത്തും. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ളയാളാണെന്ന നിലയിൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമാണെന്നും അദ്ദേഹത്തിന്റെ ഭരണപരിചയവും ടെക്നോളജി പരിചയവും പരിഗണിച്ച് ഇതുവരെ വോട്ട് ചെയ്യാതിരുന്ന പലരും വോട്ട് ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തീരദേശത്തും വളരെ അനുകൂല അന്തരീക്ഷമാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു.